ഹലോ അസ്സലാമു അലൈക്കും. നമുക്ക് ലഞ്ച് പ്രിപ്പറേഷനാണ് കാണാം. അപ്പോൾ രാവിലെ തന്നെ അത് 2 ഗ്ലാസ് അരി എടുത്തിട്ട് കഴുകി ചോറിന് വെച്ചു. ഇപ്പോൾ സമയം രാവിലെ ഒരു 8 മണിയാണ് കേട്ടോ. അങ്ങനെ ചോറിന് അരിയെല്ലാം ഇട്ട് മൂടി അത് തിളച്ച് റൈസ് കുക്കറിൽ വെച്ച് പിന്നെ അത് ചെറിയ മത്തിയാണ് കിട്ടിയത്. അത് നിങ്ങൾക്ക് കാണിക്കാനുള്ള കഷ്ടപ്പാടാണ് നിങ്ങൾ കാണുന്നത്. അങ്ങനെ അത് മീനെല്ലാം നല്ലോണം മുറിച്ചെടുത്ത് അത് വലിയൊരു യുദ്ധം തന്നെയാണ്. മീനും ഞാനും കൂടി അരമണിക്കൂർ. ചെറിയ മത്തിയാണ്, നല്ലോണം കഷ്ടപ്പെട്ട് എല്ലാം മുറിച്ചെടുത്ത്. മത്തി ഇങ്ങനെ മുറിച്ച് കൈ കാണുമ്പോൾ നല്ലൊരു സന്തോഷമല്ലേ മനസ്സിന്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ കിട്ടലുണ്ടാവും. അങ്ങനെ പിന്നെ മത്തി കഴുകി അടക്കം നല്ലോണം ഒന്ന് സോപ്പിട്ട് ക്ലീനാക്കി. പിന്നെ ഇനി നമുക്ക് കറി ഉണ്ടാക്കണം, ഉച്ചക്കേക്കുള്ള എല്ലാം ഉണ്ടാക്കണം. അപ്പം ചേനാണെന്ന് പച്ചക്കറിയായിട്ട് വെക്കുന്നത്. ചേനെല്ലാം ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് അങ്ങനെ ചേനെല്ലാം അരിഞ്ഞെടുത്ത് പിന്നെ കറി വെക്കാൻ നോക്കുമ്പം തക്കാളി ഇല്ലായിരുന്നു. അങ്ങനെ തക്കാളി ഇല്ലാത്തതുകൊണ്ട് പിന്നെ നമ്മൾ തളരില്ല. തക്കാളി ഇല്ലെങ്കിലും ഉള്ളി ഇല്ലെങ്കിലും ഏത് ടൈപ്പ് കറി വേണമെങ്കിലും നമ്മൾ വെക്കുമല്ലോ. അപ്പം ചേനെല്ലാം മുറിച്ച് അടുപ്പിലാക്കിയതിന് ശേഷം കുറച്ച് പുളി എടുത്തിട്ട് മറ്റേ മത്തി പുളിയും മുളകും മാത്രം ഇട്ട് വെക്കാമെന്ന് വിചാരിച്ചു. ചെറിയ മത്തിയാണല്ലോ, അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടാവും. അങ്ങനെ ഇത് മുറിച്ചടുപ്പിൽ വെച്ചതിന് ശേഷം ഇത് വേഗം തന്നെ മുറിച്ചടുപ്പിൽ വെച്ചേക്കാം, അല്ലെങ്കിൽ കൈ ചൊറിഞ്ഞിട്ട് ഇവിടെ നിൽക്കാൻ വയ്യ. അങ്ങനെ അത് തളിച്ചാൽ കൈ ചൊറിയൂല എന്ന് പറയുന്ന കേൾക്കാം. അങ്ങനെ എനിക്ക് കൈ ചൊറിച്ചിലൊക്കെ പിന്നെ മാറി. പിന്നെ മീൻ പൊരിക്കാൻ വേണ്ടി തേച്ച് വെക്കുകയാണ്. അത് ഇന്നലത്തെ മറ്റേ ചിക്കൻ ഫ്രൈൻ്റെ മസാല ഉണ്ടായിരുന്നു, അതിലൊക്കെ തന്നെ കുറച്ച് മുളക് പൊടിയൊക്കെ ഇട്ട് ഫ്രൈ ആക്കാൻ വെച്ചതാണ്. അപ്പോൾ അത് ആ പുളിയെല്ലാം ചട്ടിയിലേക്ക് പിഴിഞ്ഞ് മുളക് പൊടി ഇട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് ഉപ്പിട്ട് ഉലുവട്ട് അങ്ങനെ എല്ലാ സാധനങ്ങളും പിന്നെ വെളുത്തുള്ളി കറിവേപ്പില മത്തിയും എല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് തിളക്കാൻ വെച്ച് അടുപ്പിൽ. പിന്നെ ഈ കറിയാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കഴിയുമല്ലോ, കുറേ തക്കാളി ഉള്ളിയും വാട്ടി സമയം കളയുകയും വേണ്ട. അങ്ങനെ അതാ ഒന്ന് നല്ല വറ്റി വരുമ്പോൾ അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് പിന്നെ മീൻ ഫ്രൈ ആക്കാൻ വെച്ച്. അല്ല, അതിൻ്റെ ഇടയിലൊന്ന് ചേന വറവിട്ടെടുത്ത്. അപ്പം മറ്റേ ചുവന്നമുളകില്ലാത്തതുകൊണ്ട് പച്ചമുളകും ചെറിയ ഉള്ളിയും ഇട്ട് അതും അങ്ങനെ അഡ്ജസ്റ്റ് ആക്കി. അങ്ങനെ മീൻ ഫ്രൈ ആക്കി. പിന്നെ നമ്മളെ പണി എന്താണ്, ചോറ് കഴിക്കൽ. അങ്ങനെ ചോറെടുത്തു. മീൻ നല്ല മുളകും പുളിയും ഇട്ട് വറ്റിച്ചെടുത്ത് നല്ല ചെറിയ മത്തിൻ്റെ അടിപൊളി ടേസ്റ്റാണ്. പിന്നെ മീൻ ഫ്രൈയും ചേനപ്പേരിയും എല്ലാം കൂട്ടി നല്ലോണം ഒന്ന് ചോറ് കഴിച്ചു. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ.